പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ജീവിതയാത്രയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ തളർത്തുന്ന എന്നാൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെ എപ്പോഴും കുറ്റം പറയുന്നവരുടെ വായടപ്പിക്കാൻ ആചാര്യ ചാണക്യൻ പകർന്നു നൽകിയ 7 ശക്തമായ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് ആഴത്തിൽ ചിന്തിക്കുന്നു. ചുറ്റുമുള്ളവർ നമ്മുടെ വീഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവർക്ക് മുന്നിൽ എങ്ങനെ തലയുയർത്തി നിൽക്കാമെന്നും അവരുടെ വിമർശനങ്ങളെ വിജയത്തിലേക്കുള്ള ഇന്ധനമാക്കാമെന്നും നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു. ഈ യാത്രയുടെ അവസാനം പറയുന്ന 2 തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന അമൂല്യമായ രഹസ്യങ്ങളാണ്. അതിനാൽ ഒട്ടും സമയം കളയാതെ നമുക്ക് ചാണക്യന്റെ ആ തന്ത്രങ്ങളിലേക്ക് കടക്കാം. ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാതെ വന്നുപോയ ഒട്ടേറെ തെറ്റുകൾ കാണാൻ സാധിക്കും. ചിലത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ പലതും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് സംഭവിച്ചതാണ്. അമിത വിശ്വാസവും മറ്റുള്ളവർക്ക് നൽകിയ അർഹതയില്ലാത്ത പരിഗണനയും മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിച്ചതുമെല്ലാം നമ്മുടെ വലിയ പിഴവുകളായിരുന്നു. ആ തെറ്റുകളെ മുതലെടുത്താണ് പലരും ഇന്ന് നമ്മളെ പരിഹസിക്കുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് നമ്മുടെ രീതികൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. കഴിഞ്ഞ കാലത്തെ ഓർത്ത് സ്വയം കുറ്റപ്പെടുത്താതെ ഇനിയുള്ള വഴികളിൽ എങ്ങനെ ശരികൾ ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കണം. കുറ്റം പറയുന്നവരുടെ നാവുകളെ നിശബ്ദമാക്കാൻ നമ്മൾ സ്വയം മാറേണ്ടതുണ്ട്. ഒന്നാമത്തെ തന്ത്രം എന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും ഭാവി പദ്ധതികളെയും തികച്ചും രഹസ്യമായി സൂക്ഷിക്കുക എന്നതാണ്. ഈ ചാണക്യതന്ത്രം ലോകപ്രശസ്തമായതിനു പിന്നിൽ മനുഷ്യന്റെ അടിസ്ഥാന മനഃശാസ്ത്രപരമായ ഒരു വലിയ സത്യമുണ്ട്. നമ്മളൊരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ അത് ലോകത്തോട് വിളിച്ചു പറയുന്ന ശീലം പലർക്കുമുണ്ട്. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് നേടിയെടുക്കും മുൻപേ മസ്തിഷ്കം ഒരു വ്യാജ സംതൃപ്തി അഥവാ ഡോപ്പമൈൻ റിലീസ് ഉണ്ടാക്കുന്നു. ഇത് നമ്മളെ കഠിനാധ്വാനം ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയും അലസതയിലേക്ക് നയിക്കുകയും ചെയ്യും. ചാണക്യനീതിയിൽ കൃത്യമായി പറയുന്നത് പോലെ വിചാരിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചു കാണിക്കുന്നതിന് മുൻപ് വാക്കുകൾ കൊണ്ട് പുറത്തു പറയരുത്. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ശത്രുക്കൾക്കോ നിങ്ങളെ ഇഷ്ടപ്പെടാത്തവർക്കോ ഒരിക്കലും മനസ്സിലാക്കാൻ ഇട നൽകരുത്. നിങ്ങൾ ചെയ്യാൻ പോകുന്നത് മറ്റുള്ളവർ അറിയുമ്പോൾ അവർ അതിലെ പോരായ്മകൾ കണ്ടെത്തി നിങ്ങളെ മാനസികമായി തളർത്താൻ ശ്രമിക്കും. ആ തെറ്റ് ഇനി ആവർത്തിക്കരുത്. നിങ്ങളുടെ അധ്വാനം എപ്പോഴും നിശബ്ദമായിരിക്കട്ടെ. എന്നാൽ അതിന്റെ വിജയം വലിയൊരു കൊടുങ്കാറ്റ് പോലെ ലോകം അറിയണം. ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളെ തകർക്കാൻ വാക്കുകളുമായി വരുന്നവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ ലക്ഷ്യബോധമാണ്. അവർ പരാജയപ്പെടുത്താൻ തന്ത്രങ്ങൾ മെനയുമ്പോൾ നിങ്ങൾ വിജയത്തിലേക്കുള്ള അടിത്തറ ഉറപ്പിക്കുക. മനസ്സിലെ ചിന്തകൾ ഒരു രഹസ്യ അറയിൽ സൂക്ഷിക്കുന്നത് പോലെ ആർക്കും പിടികൊടുക്കാതെ കൊണ്ടു നടക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാതെ സ്വന്തം വഴിയിലൂടെ മാത്രം മുന്നോട്ടു പോകുക. നിശബ്ദത എന്നത് ഒരിക്കലും ഒരു ദൗർബല്യമല്ല, മറിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ്. ശത്രുക്കൾക്ക് പ്രവചിക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ വളരണം. നിങ്ങളുടെ പദ്ധതികൾ അവർ അറിയാതെ പോകുമ്പോൾ നിങ്ങളെ തളർത്താൻ അവർക്കൊട്ടും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളിൽ മാത്രം ഒതുക്കി വിജയം കൊണ്ട് അവരെ അത്ഭുതപ്പെടുത്തുക. നമ്മൾ നമ്മുടെ വഴിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ലാതാകുന്നത്. നിങ്ങളെ പരിഹസിച്ചവർ നിങ്ങളുടെ വിജയവാർത്ത കേട്ട് അമ്പരയ്ക്കുന്ന ആ നിമിഷത്തിനായി കാത്തിരിക്കുക. നിങ്ങളുടെ ഓരോ ചുവടും അതീവ രഹസ്യമായിരിക്കട്ടെ. സ്വപ്നങ്ങൾ ആരോടും പങ്കുവെക്കരുത്, കാരണം എല്ലാവരും നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്നവരല്ല. പലരും നിങ്ങളുടെ പരാജയം കണ്ടു രസിക്കാൻ കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് നാളത്തെ പദ്ധതികൾ മനസ്സിൽ മാത്രം സൂക്ഷിക്കുക. അവർ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വിജയത്തിന്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കുക. ഈ തന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സംരക്ഷണ കവചമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ ശക്തിയായി മാറട്ടെ. രണ്ടാമത്തെ തന്ത്രമായി ചാണക്യൻ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മൗനത്തെ ഒരു മഹാപ്രതിരോധ കവചമാക്കുക എന്നതാണ്. ചരിത്രത്തിൽ ഉടനീളം വലിയ ഭരണാധികാരികൾ ഈ രീതി പിന്തുടർന്നതുകൊണ്ടാണ് ഇത് ഇത്രയധികം പ്രശസ്തമായത്. മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മുടെ അഹംഭാവം പെട്ടെന്ന് ഉണരുകയും ഉടൻ തന്നെ അവരോട് തർക്കിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് ഒരു വലിയ മാനസിക പിഴവാണ്. കുറ്റപ്പെടുത്തലുകൾക്ക് വാക്കുകൾ കൊണ്ട് മറുപടി നൽകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവരുടെ കെണിയിൽ വീഴുകയാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ പ്രതികരണമാണ്. അതിലൂടെ നിങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കാനും ചിന്താശേഷി നശിപ്പിക്കാനുമാണ് അവർ ശ്രമിക്കുന്നത്. പലപ്പോഴും ആളുകൾ കുറ്റം പറയുമ്പോൾ അവരോട് തർക്കിക്കാനും നമ്മുടെ ഭാഗം ന്യായീകരിക്കാനും നമ്മൾ സമയം കളയാറുണ്ട്. എന്നാൽ ഓർക്കുക, കുറ്റം പറയുന്നവരോട് തർക്കിക്കുന്നത് നിങ്ങളുടെ ഊർജവും സമയവും വെറുതെ കളയുന്നതിന് തുല്യമാണ്. ഇവിടെയാണ് നിങ്ങൾ മൗനത്തിന്റെ ശക്തി തിരിച്ചറിയേണ്ടത്. നിങ്ങളെ പരിഹസിക്കുന്നവർക്ക് മുന്നിൽ പുഞ്ചിരിയോടെയുള്ള ഒരു മൗനം പാലിക്കുക. ആ മൗനം അവരിലുണ്ടാക്കുന്ന അസ്വസ്ഥത വളരെ വലുതായിരിക്കും. നിങ്ങളുടെ മൗനം അവരോടുള്ള ശക്തമായ ഒരു പ്രതിഷേധമാണ്. നിങ്ങൾ അവരെ അത്രപോലും വിലമതിക്കുന്നില്ല എന്നതിന്റെ വലിയ തെളിവാണത്. വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ എത്രയോ മാരകമാണ് മൗനം കൊണ്ടുള്ള ആഞ്ഞടി. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ നിങ്ങളുടെ മൗനത്തിനു മുന്നിൽ സ്വയം ചെറുതാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അനാവശ്യമായ വാക്കുകൾ നിങ്ങളുടെ വ്യക്തിത്വത്തെയാണ് ഇല്ലാതാക്കുന്നത്.
അതുകൊണ്ട് എവിടെ സംസാരിക്കണം, എവിടെ മിണ്ടാതിരിക്കണം എന്ന കൃത്യമായ ബോധം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളെ തരംതാഴ്ത്താൻ ശ്രമിക്കുന്നവരുടെ വാക്കുകളെ പൂർണ്ണമായും അവഗണിക്കുക. ആ അവഗണനയാണ് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയുള്ളതല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. മൗനത്തിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക. അത് കാണുമ്പോൾ തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുടെ വാക്കുകൾ അവരുടെ തൊണ്ടയിൽ കുടുങ്ങും. തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ അന്തസ്സ് കുറയ്ക്കും. നിങ്ങളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ വാക്കുകൾ പാഴാക്കുന്നത് വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ പരിഹസിച്ചാൽ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. എന്നിട്ട് തിരിഞ്ഞ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. ആ പുഞ്ചിരി അവരെ മാനസികമായി തകർക്കാൻ പര്യാപ്തമാണ്. നിങ്ങളുടെ മൗനം അവർക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. അതായത് അവരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ മനസ്സിൽ യാതൊരു സ്ഥാനവുമില്ല. ഈയൊരു ശാന്തത നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. ശത്രുവിനെ വാക്കുകൾ കൊണ്ട് നേരിടുന്നതിനേക്കാൾ മൗനം കൊണ്ട് തോൽപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിയെന്ന് ചാണക്യൻ ഉറപ്പിച്ചു പറയുന്നു. മൂന്നാമത്തെ തന്ത്രം നിങ്ങളുടെ കഴിവുകളെ നിരന്തരം മൂർച്ച കൂട്ടുക എന്നതാണ്. ലോകത്തിലെ എല്ലാ വിജയ ഫോർമുലകളുടെയും അടിസ്ഥാനമായതുകൊണ്ടാണ് ചാണക്യന്റെ ഈ തന്ത്രം ഇത്രയേറെ പ്രശസ്തമായിരിക്കുന്നത്. വിദ്യയുള്ളവനെ ലോകം എവിടെയും ബഹുമാനിക്കും എന്ന് ആചാര്യൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ സ്വയം ഇരവാദത്തിലേക്ക് അല്ലെങ്കിൽ വിക്ടിം മെന്റാലിറ്റിയിലേക്ക് പോവുകയും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് കരുതി വിഷാദത്തിലേക്ക് വീണുപോവുകയും ചെയ്യുന്നത് വലിയൊരു മനഃശാസ്ത്രപരമായ പരാജയമാണ്. ശത്രു നമ്മുടെ ബലഹീനതകളെ ആക്രമിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നത് മാനസികമായ ദൗർബല്യം കൊണ്ടാണ്. ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബലഹീനത അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. ആ ബലഹീനതയെ നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്താക്കി മാറ്റുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ അറിവില്ലായ്മ കൊണ്ട് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇന്നു മുതൽ ആ മേഖലകളിൽ കൂടുതൽ അറിവ് നേടാൻ ശ്രദ്ധിക്കുക. ചാണക്യന്റെ അഭിപ്രായത്തിൽ അറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയെ ആർക്കും എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളെ പരിഹസിച്ചവർക്ക് മുന്നിൽ വിജ്ഞാനം കൊണ്ടും കഴിവുകൊണ്ടും നിങ്ങളൊരു വലിയ കൊടുമുടിയായി വളരണം. നിങ്ങളുടെ മേഖല ഏതുമാകട്ടെ അതിൽ മറ്റാരേക്കാളും മികച്ചതാകാൻ അഹോരാത്രം അധ്വാനിക്കുക. നിങ്ങൾ വളരുന്നതിനനുസരിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുടെ ശബ്ദം ചെറുതായി വരും. അവർക്ക് നിങ്ങളെ തൊടാൻ പോലും പറ്റാത്ത ഉയരത്തിലേക്ക് നിങ്ങളെത്തണം. സ്വയം നവീകരിക്കാത്ത ഒരു വ്യക്തിക്ക് കാലഹരണപ്പെടാൻ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുക. നിങ്ങളുടെ കഴിവുകളെ മിനുക്കിയെടുക്കുക. നിങ്ങളെ അധിക്ഷേപിച്ചവർ ഒരു ദിവസം നിങ്ങളുടെ ഉപദേശം തേടി വരുന്ന ഒരു സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കണം. നിങ്ങളുടെ വളർച്ചയാണ് ശത്രുക്കൾക്കുള്ള ഏറ്റവും വലിയ മറുപടി. കുറ്റപ്പെടുത്തലുകളെ നിങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കാനുള്ള ഒരു അവസരമായി കാണുക. നിങ്ങൾ കൂടുതൽ ശക്തനാകുമ്പോൾ നിങ്ങളെ തളർത്താൻ വന്നവർ നിങ്ങളെ ഭയപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ യോഗ്യതയാണ് നിങ്ങളുടെ അസ്ഥിവാരം. ആരും നിങ്ങളെ വില കുറച്ച് കാണാതിരിക്കാൻ നിങ്ങളുടെ അറിവിനെ ഒരു വലിയ ആയുധമാക്കുക. വിജയമെന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല, അത് നിരന്തരമായ അധ്വാനത്തിന്റെ ഫലമാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ നിങ്ങളുടെ കഴിവുകൾക്ക് മുന്നിൽ തലകുനിക്കുന്ന ഒരു ദിവസം വരും. അതിനായി നിങ്ങളുടെ ചിറകുകൾക്ക് കൂടുതൽ ശക്തി നൽകുക. നിങ്ങളുടെ ഓരോ വിജയവും നിങ്ങളെ തള്ളിപ്പറഞ്ഞവർക്കുള്ള കരണത്തടിയായിരിക്കണം. പഠനം ഒരിക്കലും നിർത്തരുത്. കാരണം വിജ്ഞാനമുള്ളവനെ ലോകം എപ്പോഴും ആദരിക്കും. നാലാമത്തെ തന്ത്രം വൈകാരികമായ നിയന്ത്രണം കൈവരിക്കുക എന്നതാണ്. ഏത് പ്രതിസന്ധിയിലും വിജയം നേടാൻ സഹായിക്കുന്ന ഏറ്റവും പ്രശസ്തമായ തന്ത്രമാണിത്. സാഹചര്യങ്ങൾക്കും മറ്റുള്ളവരുടെ വാക്കുകൾക്കും വികാരങ്ങളുടെ നിയന്ത്രണം വിട്ടുകൊടുക്കുന്നതാണ് നമ്മുടെ വലിയ മനഃശാസ്ത്രപരമായ പരാജയം. ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ ഉടൻ മനസ്സിന്റെ ശാന്തത നഷ്ടപ്പെടുന്നത് ആത്മനിയന്ത്രണത്തിന്റെ കുറവാണ് കാണിക്കുന്നത്. വികാരാധീനരാകുമ്പോൾ നമ്മുടെ യുക്തിസഹമായ ചിന്താശേഷി പൂർണ്ണമായും നിലയ്ക്കുന്നു. നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുടെ പ്രധാന ലക്ഷ്യം നമ്മളെ ദേഷ്യം പിടിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്യുക എന്നതാണ്. നമ്മൾ അവരോട് ദേഷ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അവർ വിജയിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ജീവിതത്തിൽ ഒരു യുദ്ധവും ജയിക്കാൻ കഴിയില്ല എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ആരെന്തു പറഞ്ഞാലും മനസ്സിന്റെ ശാന്തത കൈവിടാതിരിക്കാൻ ശീലിക്കുക. എത്ര വലിയ കാറ്റടിച്ചാലും അനങ്ങാത്ത പാറ പോലെ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണം മറ്റുള്ളവരുടെ കൈകളിൽ ഒരിക്കലും നൽകരുത്. അവർക്ക് തോന്നുന്ന സമയത്ത് നിങ്ങളെ സങ്കടപ്പെടുത്താനും ദേഷ്യം പിടിപ്പിക്കാനും അവസരം നൽകിയാൽ നിങ്ങൾ അവരുടെ അടിമയായി മാറുകയാണ്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുക. നിങ്ങളെ വേദനിപ്പിക്കാൻ വരുന്നവരുടെ വാക്കുകളെ വെറും ചവറ്റുകുട്ടയിലേക്ക് എറിയുക. മനസ്സമാധാനം തകർക്കാൻ ആർക്കും അനുവാദം നൽകരുത്. ശാന്തമായ മനസ്സോടെ കാര്യങ്ങളെ നോക്കിക്കാണുക. അപ്പോൾ ശത്രുവിന്റെ അടുത്ത നീക്കം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രതികരണങ്ങൾ എപ്പോഴും ബുദ്ധിപൂർവമായിരിക്കണം, അല്ലാതെ വികാരഭരിതമായിരിക്കരുത്. നിങ്ങളുടെ ഈ മാറ്റം കാണുമ്പോൾ തന്നെ നിങ്ങളെ വീഴ്ത്താൻ അത്ര എളുപ്പമല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടും. ഇത് അവർ സ്വയം പിന്മാറാൻ കാരണമാകും. മനസ്സിനെ ഒരു കോട്ട പോലെ സംരക്ഷിക്കുക. ശത്രുവിന്റെ വാക്കുകൾ ആ കോട്ടയ്ക്ക് പുറത്തു തന്നെ നിൽക്കട്ടെ. നിങ്ങളുടെ ശാന്തത അവരെ കൂടുതൽ പ്രകോപിപ്പിക്കും. അത് അവരുടെ പരാജയത്തിന് വഴിതെളിക്കും.
സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ ജീവിതത്തെയാണ് നിയന്ത്രിക്കുന്നത്. ആരുടെയും വാക്കുകൾ കേട്ട് തളർന്നു പോകരുത്. നിങ്ങൾ ആരാണെന്ന് കൃത്യമായി അറിയാമെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾക്ക് യാതൊരു വിലയുമില്ല. ആത്മവിശ്വാസം നിങ്ങളുടെ മുഖത്ത് എപ്പോഴും പ്രകടമാകട്ടെ. വികാരങ്ങളെ അടക്കി നിർത്തുന്നവർക്ക് മുന്നിൽ ലോകം തന്നെ കീഴടങ്ങും. അഞ്ചാമത്തെ തന്ത്രം നിങ്ങളുടെ സൗഹൃദങ്ങളെയും കൂട്ടുകെട്ടുകളെയും കൃത്യമായി തിരഞ്ഞെടുക്കുക എന്നതാണ്. കൂട്ടുകെട്ടുകൾ ഒരു മനുഷ്യനെ വളർത്തുകയും തളർത്തുകയും ചെയ്യും എന്നതുകൊണ്ടാണ് ചാണക്യന്റെ ഈ തന്ത്രം ഇത്രയധികം പ്രശസ്തമായത്. വ്യാജരായ സുഹൃത്തുക്കൾ പാമ്പിനേക്കാൾ അപകടകാരികളാണ് എന്ന് ചാണക്യൻ തന്റെ നീതിസാരത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യൻ എപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി കൊതിക്കുന്ന ജീവിയാണ് എന്നതുകൊണ്ട് പുകഴ്ത്തി സംസാരിക്കുന്ന വ്യാജന്മാരെ തിരിച്ചറിയാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു. ഒറ്റപ്പെടലിനെ ഭയന്ന് നമ്മൾ മോശം ആളുകളുമായി സൗഹൃദത്തിലാവുകയും പിന്നീട് അവർ കുറ്റപ്പെടുത്തുമ്പോൾ മാനസികമായി തകർന്നു പോകുകയും ചെയ്യുന്നു. തെറ്റായ ആളുകളെ കൂടെ കൂട്ടുന്നത് നമ്മൾ അറിവില്ലാതെ ചെയ്യുന്ന വലിയ തെറ്റാണ്. നമ്മുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ മനസ്സിലാക്കി അതിനെതിരെ തന്നെ കുറ്റപ്പെടുത്തുന്നവർ നമുക്ക് ചുറ്റുമുണ്ടാകാം. പാമ്പ് ഒരൊറ്റ തവണയെ കടിക്കൂ, എന്നാൽ ദുഷ്ടനായ സുഹൃത്ത് ജീവിതത്തിലുടനീളം ദ്രോഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചുറ്റുമുള്ള ആളുകളെ കൃത്യമായി നിരീക്ഷിക്കുക. നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കാത്ത, എപ്പോഴും പിന്നോട്ട് വലിക്കുന്ന ആളുകളെ ജീവിതത്തിൽ നിന്ന് മടി കൂടാതെ ഇറക്കിവിടുക. പകരം നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുന്ന നല്ല മനുഷ്യരെ കൂടെ നിർത്തുക. ഒരൊറ്റ നല്ല സുഹൃത്തു മതി നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർക്ക് ജീവിതത്തിലേക്ക് കടന്നുവരാൻ ഒരു വഴിയും കൊടുക്കരുത്. ബന്ധങ്ങളുടെ അതിരുകൾ കൃത്യമായി നിർണയിക്കുക. എല്ലാവരോടും സൗമ്യമായി പെരുമാറാം, എന്നാൽ എല്ലാവരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിൽ സൂക്ഷിക്കുക. നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുമ്പോൾ ആത്മവിശ്വാസം ഇരട്ടിക്കും. കുറ്റപ്പെടുത്തുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കാൻ പോലും ഭയം തോന്നുന്ന രീതിയിൽ ഒരു നല്ല സുഹൃദ്വലയം പടുത്തുയർത്തുക. നല്ല ഊർജം നിറയ്ക്കുന്ന ആളുകൾ ചുറ്റുമുള്ളപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിക്കും. ശത്രുക്കളെക്കാൾ അപകടകാരികൾ കൂടെ നിൽക്കുന്ന ചതിയന്മാരാണ്. അവരെ തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തുന്നത് വലിയൊരു വിജയമാണ്. ജീവിതത്തിൽ നിന്ന് അത്തരം ആളുകളെ ഒഴിവാക്കുമ്പോൾ നിങ്ങൾ ഭാവി സുരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നത്. നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്ക് എന്നും വലിയ കരുത്തായി മാറും. ആറാമത്തെ തന്ത്രം എന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും സ്വയം പര്യാപ്തതയും ഉറപ്പുവരുത്തുക എന്നതാണ്. ഇത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രങ്ങളിൽ ഒന്നാണ്. ഈ തന്ത്രം എക്കാലത്തും പ്രസക്തമായി നിൽക്കുന്നത് അത് ജീവിത യാഥാർത്ഥ്യത്തോട് ചേർന്നു നിൽക്കുന്നതുകൊണ്ടാണ്. പണമില്ലാത്തവനെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പോലും മാനിക്കില്ല എന്ന് ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പണം സമ്പാദിക്കുന്നതിനെ ഒരു മോശം കാര്യമായി കാണുകയോ അല്ലെങ്കിൽ ഭാഗ്യത്തിന് കാത്തിരുന്ന് മടിപിടിച്ചിരിക്കുകയോ ചെയ്യുന്നത് വലിയൊരു മനഃശാസ്ത്രപരമായ പരാജയമാണ്. സാമ്പത്തികമായ പരാജയം നിങ്ങളുടെ ആത്മാഭിമാനത്തെ നേരിട്ട് ബാധിക്കുകയും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾക്ക് മുന്നിൽ നിങ്ങൾ പെട്ടെന്ന് കീഴടങ്ങാൻ കാരണമാവുകയും ചെയ്യും. ഈ ലോകത്തിൽ പണമില്ലാത്തവന് വലിയ വിലയൊന്നും ആരും കൽപ്പിക്കാറില്ല എന്ന കൈപ്പേറിയ സത്യം നാം തിരിച്ചറിയണം. പലപ്പോഴും ആളുകൾ നമ്മളെ പരിഹസിക്കുന്നത് നമ്മുടെ സാമ്പത്തികമായ തകർച്ചകളെ നോക്കിയായിരിക്കും. സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്തപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്നത് അന്തസ്സിനെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്രധാന ലക്ഷ്യം സാമ്പത്തികമായി ഉയരുക എന്നത് മാത്രമായിരിക്കണം. കഠിനാധ്വാനത്തിലൂടെയും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാക്കുക. നിങ്ങളുടെ കൈകളിൽ പണവും അധികാരവും ഉള്ളപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയ അതേ നാവുകൾ നിങ്ങളെ പുകഴ്ത്താൻ തുടങ്ങും. ഇത് ഈ ലോകത്തിന്റെ രീതിയാണ്. ദാരിദ്ര്യത്തെ പരിഹസിച്ചവർക്ക് മുന്നിൽ നിങ്ങളുടെ സമ്പത്തും വിജയവും കൊണ്ട് മറുപടി നൽകുക. പണം സമ്പാദിക്കുന്നത് ആഡംബരത്തിനല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനാണ്. ആരോടും സഹായം ചോദിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ ആർക്കും നിങ്ങളെ കുറ്റപ്പെടുത്താൻ ധൈര്യം വരില്ല. നിങ്ങളുടെ വിജയം വിമർശകരുടെ വായകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പൂട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് സാമ്പത്തിക ഭദ്രതയ്ക്കായി കഠിനമായി പരിശ്രമിക്കുക. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിക്കുമ്പോൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യം വിലമതിക്കാനാവാത്തതാണ്. നിങ്ങളെ ഒരു കാലത്ത് മാറ്റി നിർത്തിയവർ നിങ്ങളുടെ സമ്പത്തും പദവിയും കണ്ട് തേടിവരും. ആ സമയത്ത് തലയെടുപ്പോടെ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായ ഉന്നതി നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഏഴാമത്തെയും അവസാനത്തെയും തന്ത്രം ജീവിതത്തിൽ കൈവരിക്കേണ്ട ഏറ്റവും വലിയ ഗുണമായ ക്ഷമയും പ്രതികാര ചിന്തകൾ ഒഴിവാക്കലുമാണ്. ആത്മീയമായും മാനസികമായും ഉന്നതിയിലുള്ളവർ മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ തന്ത്രം ഏറ്റവും ശ്രേഷ്ഠമാകുന്നത്. മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ ഉള്ളിൽ വളരുന്ന കടുത്ത പ്രതികാര ചിന്തകൾ നമ്മുടെ സമാധാനവും സന്തോഷവും ലക്ഷ്യങ്ങളുമാണ് നശിപ്പിക്കുന്നത്. ശത്രുവിനെ തോൽപ്പിക്കാൻ അവരുടെ അതേ നിലവാരത്തിലേക്ക് നമ്മൾ താഴുന്നു എന്നതാണ് ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയം. കുറ്റപ്പെടുത്തുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടി നൽകണം എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഏറ്റവും വലിയ പ്രതികാരം എന്നത് അവരെപ്പോലെ ആകുക എന്നതല്ല, മറിച്ച് അവരെക്കാൾ ഒരുപാട് ഉയരത്തിൽ എത്തിച്ചേരുക എന്നതാണ് എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. ദ്രോഹിച്ചവരോട് പ്രതികാരം ചെയ്യാൻ നടക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സമയവും ജീവിതവുമാണ് നശിപ്പിക്കുന്നത്.
അതിനു പകരം ആ ഊർജം നിങ്ങളുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുക. കാലം എല്ലാത്തിനും മറുപടി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനം ഒരിക്കലും വെറുതെയാവില്ല. നിങ്ങളെ തകർക്കാൻ നോക്കിയവർ ഒരു ദിവസം നിങ്ങളുടെ വളർച്ച കണ്ട് ലജ്ജിച്ച് തലതാഴ്ത്തും. അതാണ് യഥാർത്ഥ വിജയം. വായടപ്പിച്ച് സംസാരിക്കുന്നതിനേക്കാൾ ജീവിതം കൊണ്ട് അവരെ തോൽപ്പിക്കുക. ഉള്ളിലെ നന്മയും കരുത്തും കൈവിടാതിരിക്കുക. പ്രതികാര ചിന്തകൾ മനസ്സിനെ മലിനമാക്കുകയേയുള്ളൂ. അതിൽ നിന്നും മുക്തനായി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കി മുന്നോട്ട് കുതിക്കുക. കാലത്തിന്റെ നീതിയിലും നിങ്ങളുടെ അധ്വാനത്തിലും വിശ്വസിക്കുക. വിജയം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. കുറ്റം പറയുന്നവരുടെ വായടപ്പിക്കാൻ ചാണക്യൻ പറഞ്ഞു തന്ന ഈ 7 തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞകാല തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇനി അങ്ങോട്ടൊരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ അഭിപ്രായവും എനിക്ക് കൂടുതൽ മികച്ച വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമാണ്. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടും എന്ന് തോന്നുന്നുവെങ്കിൽ അവർക്കായി പങ്കുവയ്ക്കുക. ഇതുപോലുള്ള കൂടുതൽ ജീവിതഗന്ധിയായ മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.